ഗൈസ്, അപ്പൊ നമ്മളിന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. സാധനങ്ങൾ വന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ചതച്ച് വെച്ചത്, പിന്നെ വേപ്പില, തേങ്ങാക്കൊത്ത്. ഇത് ചിക്കനാണ് കേട്ടോ. ചിക്കനകത്ത് നമ്മൾ വറ്റൽമുളക് ചതച്ചതും കാശ്മീരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് മസാല പുരട്ടി വെച്ചതാണ്. പിന്നെ വെളിച്ചെണ്ണ, ഓയിൽ. വെളിച്ചെണ്ണയാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ്. ഉള്ളി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കേട്ടോ മക്കളെ ഇതിൽ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, വേപ്പില ഇതിട്ട് കൊടുക്കുക കേട്ടോ. ചെറുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെറുള്ളി കൂട്ടണം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും വേപ്പിലേക്ക് ഒന്ന് മൂത്തൊരു മുക്കാൽ ഭാഗം വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി ചെറിയ സിമ്മിൽ അങ്ങനെ വേവിക്കുക. അതൊരു മുക്കാൽ ഭാഗം ഇത് വരുമ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് റെഡി ആവുള്ളേ. എന്നിട്ട് ഇങ്ങനെ നല്ലോണം വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ ചിക്കൻ കേട്ടോ. സൂപ്പറാണേ. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സൂപ്പർ ചിക്കൻ റെസിപ്പി ഇതാ. ഇതിനിപ്പോ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ പറയാം. കൊച്ചുള്ളി ചതച്ച ചിക്കനോ വേറെന്തെങ്കിലും ആവട്ടെ, ടേസ്റ്റ് ആണല്ലോ നമുക്ക് മുഖ്യം. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ രസത്തിന്റെ കൂടെയോ പരിപ്പ് കുത്തി കാച്ചതിന്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാ. ചെറുള്ളിയാണ് ഇതിന്റെ മെയിൻ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.